ചെറുപ്പത്തിൽ ഈ സീൻ കാണുമ്പോൾ സ്പൈഡർമാന്റെ വലയ്ക്ക് ഇരുമ്പിനേക്കാളും ശക്തിയുണ്ടെന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. എന്നാൽ സ്പൈഡർമാന്റെ വലയ്ക്ക് മാത്രമല്ല, പാവം ചെലന്തിയുടെ വലയ്ക്കും ഇരുമ്പിനേക്കാളും ഉരുക്കിനേക്കാളും ശക്തിയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ചിലന്തി വല നമ്മുടെ മുടിയേക്കാൾ 1000 മടങ്ങ് കനം കുറഞ്ഞതാണ്. ആ വലിപ്പത്തിലുള്ള ഒരു സ്റ്റീലിന്റെ നാരിനെ അപേക്ഷിച്ച് ചിലന്തി വല കൂടുതൽ ശക്തവും ടെക്സ്റ്റൈൽ സ്ട്രെങ്ത് കൂടിയതുമാണ്. ബുള്ളറ്റ് പ്രൂഫുകളിൽ ഉപയോഗിക്കുന്ന കെൽവറിനേക്കാളും ടഫാണിത്. ചിലന്തിപ്പട്ടിന്റെ നീളത്തിന്റെ 5 മടങ്ങ് വരെ ഇതിനെ വലിച്ചു നീട്ടുവാനും സാധിക്കും. അത്രയ്ക്ക് ഇലാസ്റ്റിസിറ്റിയും ഇതിനുണ്ട്. -40°C മുതൽ 220°C വരെയുള്ള മികച്ച ഒരു തെർമൽ സ്റ്റെബിലിറ്റിയും ഇതിനുണ്ട്. ചിലന്തി വലയുടെ പട്ടിന് ഒരു പെൻസിലിന്റെ അത്രയും കനമുണ്ടെങ്കിൽ അതിന് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോയിങ് 747 വിമാനത്തിനെ പോലും തടഞ്ഞു നിർത്താൻ സാധിക്കും. എന്നാൽ ചിലന്തി വലയുടെ ഏറ്റവും വലിയ വില്ലനാണ് വെള്ളം. വെള്ളം ചിലന്തി വലയുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടികളെ എല്ലാത്തിനെയും സ്വാധീനിക്കും. അന്തരീക്ഷത്തിലെ കൂടിയ ഹ്യൂമിഡിറ്റി ചിലന്തിപ്പട്ടിന്റെ ടെക്സ്റ്റൈൽ സ്ട്രെങ്തിനെ വരെ ബാധിക്കും. എന്നാൽ ചില സ്പീഷീസുകളിലുള്ള ചിലന്തികൾക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്പൈഡർ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുമുണ്ട്.